നൃപൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. പറയൂ, മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വിശദമായി. തീർച്ചയായും വളരെ ദുഃഖകരമായ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നടപടി തന്നെ ഇക്കാര്യത്തിൽ എടുക്കും എന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ HMനും പ്രിൻസിപ്പാളിനെതിരെ കർശനമായ നടപടി ഉണ്ടാവും. ഇതിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഒരു തരത്തിലുള്ള ന്യായവും ഇക്കാര്യത്തിൽ ന്യായവാദം നിരത്തി ആരും രക്ഷപ്പെടാം എന്ന് കരുതണ്ട എന്ന് തന്നെയാണ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പറഞ്ഞത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച പരിശോധിച്ചിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. കുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് സർക്കാർ ചിന്തിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ന്യായീകരണവും ഇവിടെ നിരത്തേണ്ട ആവശ്യമില്ല. കുട്ടികൾ സാധാരണ സ്കൂളിലെത്തിയാൽ കളിക്കുകയും ഓടുകയും ഒക്കെ ചെയ്യും. അവർക്ക് ഇത്തരം പ്രദേശങ്ങളിൽ എങ്ങനെയാണ് നിയന്ത്രണമുള്ളത് എന്നതൊന്നും കുട്ടികളെ നമുക്ക് വിലക്കാൻ കഴിയില്ല. അത്തരം പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കാൻ നോക്കേണ്ടതും ഇത്തരം കാര്യങ്ങളിൽ അപകടമുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ പുലർത്തേണ്ടതും ചുമതലക്കാരാണ്. അതിൽ സ്കൂൾ മാനേജ്മെൻറ്റിനും അധികാരികൾക്കും വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിലയിരുത്തൽ. മറ്റ് KSEBയും ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ഉണ്ട് എങ്കിൽ സമഗ്രമായ അന്വേഷണം വേണം. അത് സംബന്ധിച്ച അന്വേഷണം അതാത് വകുപ്പുകൾ എടുക്കും എന്നും മന്ത്രി പറഞ്ഞു. പോലീസ് ഇത് സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട്. അവരും പരിശോധിക്കും. ആഭ്യന്തര വകുപ്പും പരിശോധിക്കും. മുഖ്യമന്ത്രി ഇന്നലെ തുടരെ ദില്ലിയിൽ നിന്ന് മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി തന്നെ സ്കൂൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതാണ്. അത് മാർഗ്ഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ, സ്കൂളിനകത്ത് അപകട സാഹചര്യമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കുക. അപകടകരമായിട്ടുള്ള വൈദ്യുതി ലൈൻ എന്തെങ്കിലും സ്കൂൾ വഴി കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ പുറത്തിറക്കിയ സർക്കുലർ എല്ലാ സ്കൂളുകളിലും നൽകിയിട്ടുണ്ട്. ആ സർക്കുലർ HMും പ്രിൻസിപ്പാളും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ന്യായീകരണവും നിരത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ ദരിദ്ര ചുറ്റുപാടിൽ കഴിയുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ വീടിൻ്റെ സാഹചര്യം അടക്കം മന്ത്രി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഇടയായ സംഭവത്തിൽ പൂർണ്ണമായ അനാസ്ഥ എന്ന് പറയുന്നത് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് മന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങൾക്ക് വേണ്ടി പറഞ്ഞത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച ശുപാർശ വരും. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുമെന്നാണ് മന്ത്രി പറഞ്ഞത്. വിനിഷ.